എമ്പുരാൻ, തുടരും, ലോക. ഒറ്റ വർഷം കൊണ്ട് 3 ഇൻഡസ്ട്രി ഹിറ്റുകളാണ് മലയാള സിനിമയിൽ സംഭവിച്ചിരിക്കുന്നത്. 2025ൻ്റെ അവസാന മാസങ്ങളിലേക്ക് കടക്കുമ്പോൾ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന, ഒരുപക്ഷേ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപിടി നല്ല സിനിമകൾ വരുന്നുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന, ആഗ്രഹിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന്, അല്ലെങ്കിൽ അതിൽ ഏറ്റവും മികച്ച 5 എണ്ണം ഏതൊക്കെയാണെന്ന് നോക്കാം. അഞ്ചാമത്തേത് ടിക്കി ടാക്ക. അഡ്വഞ്ചേഴ്സ് ഓമനക്കുട്ടൻ, ഇബ്ലീസ് എന്നീ സിനിമകൾക്ക് ശേഷം രോഹിത് ദിയസും ആസിഫ് അലിയും ഒന്നിക്കുന്ന മൂന്നാമത്തെ സിനിമയാണ് ടിക്കി ടാക്ക. ആസിഫ് അലിക്കൊപ്പം തന്നെ നസ്റ്റൻ, വമീക ഗബി എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു. സിനിമ ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാലാമത്തേത് കാന്താര ചാപ്റ്റർ 1. 2022 ഏറ്റവും വലിയ സർപ്രൈസ് ഹിറ്റായിരുന്നു സാൻഡൽവുഡിൽ നിന്ന് വന്ന കാന്താര എന്ന സിനിമ. അതിൻ്റെ പ്രീക്വൽ, അതിൻ്റെ ഒന്നാം ഭാഗം എന്ന നിലയ്ക്കാണ് കാന്താര ചാപ്റ്റർ 1 വരാൻ പോകുന്നത്. കൊളോണിയൽ കാലഘട്ടത്തിന് മുമ്പ് കദംബ വംശത്തിൻ്റെ കഥയുമായിട്ടാണ് ഇത്തവണ കാന്താരയിൽ ഋഷഭ് ഷെട്ടി എത്തുന്നത്. ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഋഷഭ് ഷെട്ടി, രുക്മിണി വസന്ത്, ഗുൽഷൻ ദേവയ്യ എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. സിനിമ ഒക്ടോബർ 2 തിയേറ്ററിലെത്തുന്നു. ഇറങ്ങിയ 2 പാർട്ടുകളും ഇൻ്റർനാഷണൽ ബോക്സ് ഓഫീസിൽ സർവ്വകാല റെക്കോർഡിട്ട സീരീസാണ് അവതാർ. അവതാർ സീരീസിലെ മൂന്നാമത്തെ സിനിമ വരികയാണ്. മാസ്റ്റർ കാസ്റ്മാനായ ജെയിംസ് കാമറൂണിൻ്റെ അവതാർ ഫയർ ആൻഡ് ആഷ്. ഇത്തവണ മനുഷ്യർക്ക് പകരം നവി ട്രൈബിൽ തന്നെ പെടുന്ന ആഷ് പീപ്പിളാണ് വില്ലന്മാരെ എത്തുന്നത്. പണ്ടോറെ കീഴടക്കാൻ കാത്തിരിക്കുന്ന ആഷ് പീപ്പിൾ ഇത്തവണ മനുഷ്യരൊത്തു ചേർന്ന് ജെയ്ക്കും ടീമിനെയും തോൽപ്പിക്കാൻ എത്തുന്നതാണ് കഥ. ജെയിംസ് കാമറൂണിൻ്റെ ഈ മൂന്നാം ചിത്രം ഡിസംബർ 17 റിലീസ് ചെയ്യുന്നു. രണ്ടാമത്തേത് വിലായത്ത് ബുദ്ധ. അയ്യപ്പനും കോശിയും എന്ന സിനിമയ്ക്ക് ശേഷം സംവിധായകൻ സച്ചി ചെയ്യാറുന്ന സിനിമയായിരുന്നു GR ഇന്ദുഗോപൻ്റെ ഇതേ പേരുള്ള കഥയെ ആസ്പദമാക്കി വന്ന വിലായത്ത് ബുദ്ധ എന്ന സിനിമ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷം ജയൻ നമ്പ്യാർ സിനിമ സംവിധാനം ഏറ്റെടുക്കുകയും പൃഥ്വിരാജും ഷമ്മി തിലകനും പ്രധാന വേഷങ്ങളിലെത്തുകയും ചെയ്തു. ഒരു ചന്ദനമര കടത്തുകാരനെയും ഒരു അധ്യാപകനെയും ബേസ് ചെയ്തിട്ടുള്ള ഈഗോ ക്ലാഷ് തന്നെയാണ് ഈ സ്റ്റോറിയുടെ ബേസ് പ്ലോട്ട് ലൈൻ. സിനിമ ദീപാവലി റിലീസായി തിയേറ്ററിലെത്തുമെന്നാണ് റിപ്പോർട്ട്സ്. കഴിഞ്ഞ 8 മാസമായി മലയാള സിനിമയും മലയാള പ്രേക്ഷകരും ഒരാളെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ തിരികെ വന്ന് കാണാനായി, അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാനായി ആകാംക്ഷയോടെ, കൊതിയോടെ, ആഗ്രഹത്തോടെ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. മലയാള സിനിമയുടെ മൂത്തോൻ മമ്മൂക്ക. ചില ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മലയാള സിനിമയിൽ നിന്ന് ഒരു ഇടക്കാല ലീവിന് പോയ മമ്മൂക്ക കളംകാവൽ എന്ന സിനിമയിലൂടെ തിരികെ വരികയാണ്. ഈ വർഷം കാത്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന സിനിമ മമ്മൂക്കയുടെ കളംകാവൽ എന്ന സിനിമയാണ്. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ഈ ക്രൈം ഡ്രാമയിൽ വിനായകൻ, ജിമിൻ ഗോപിനാഥ്, ഗായത്രി എന്നിവർ മറ്റ് വേഷങ്ങളിലെത്തുന്നു. ഒരുപാട് വ്യത്യസ്തമായ റോളുകൾ, ഒരുപാട് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ, വ്യത്യസ്തമായ കഥകൾ തന്ന മമ്മൂക്ക ഒരു പുതിയ നെഗറ്റീവ് ഷെയ്ഡിലുള്ള ഒരു വമ്പൻ കഥാപാത്രമായി എത്തുന്നത് മാത്രമല്ല, എത്രയും പെട്ടെന്ന് തന്നെ പ്രിയപ്പെട്ട മമ്മൂക്കയെ തിയേറ്ററിൽ, സ്ക്രീനിൽ കാണാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് എല്ലാ മലയാളി പ്രേക്ഷകരും. വരട്ടെ, മലയാള സിനിമയുടെ മൂത്തോൻ വേഗം തിരികെ വരട്ടെ. നിങ്ങൾക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ഈ വർഷത്തെ മറ്റ് സിനിമകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ.